ഈ സാല കപ്പ് നമതേ. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജേഴ്സി നമ്പർ 18 വിരാട് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL കപ്പ് ഉയർത്തി. വെൽക്കം ടു IPL ന്യൂസ്. അങ്ങനെ അയാൾ അതും നേടി. IPL ട്രോഫി. നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിരാട് കോഹ്ലി ഒരു സ്വപ്നം മാത്രം ബാക്കി വെച്ച് വേൾഡ് കപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി തന്റെ ക്രിക്കറ്റ് കരിയറിൽ നിന്നും പടിയിറങ്ങാനായി ഒരുങ്ങി നിൽക്കുന്നു. ദ കിങ്. എന്തൊരു കരിയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2007 അണ്ടർ-19 വേൾഡ് കപ്പ് നേടിക്കൊണ്ടായിരുന്നു തുടക്കം. പിന്നാലെ ഇന്ത്യൻ ജേഴ്സിയിലേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കരിയർ നോക്കുകയാണെങ്കിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഇന്ത്യക്കാർ അല്ലെങ്കിൽ ലോക ജനത നെഞ്ചിലേറ്റിയ ഒരു താരം വേറെയില്ല. കാരണം സച്ചിൻ നേടിയ പല റെക്കോർഡുകളും മറികടക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉള്ള ഒരേ ഒരു പ്ലെയർ ആയിരുന്നു വിരാട് കോഹ്ലി. സാധാരണ വലിയ അഗ്രഷൻ കാണിക്കാറുള്ള വിരാട് കോഹ്ലി ഇന്നലെ വിജയത്തോട് അടുക്കുമ്പോൾ ശാന്തനായിരുന്നു. അഗ്രഷന് പകരം ആ മുഖത്ത് കണ്ണീരായിരുന്നു. ഒടുവിൽ അവസാന ഓവർ എറിയുമ്പോൾ കണ്ണീരൊതുക്കാൻ കഷ്ടപ്പെടുന്ന വിരാട് കോഹ്ലിയാണ് നമ്മൾ കണ്ടത്. അവസാന ബോളും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷത്താൽ മനം നിറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് തല കൊമ്പിട്ടിരിക്കുന്ന വിരാട് കോഹ്ലിയെയാണ് നമ്മൾ കണ്ടത്. 18 വർഷത്തെ കാത്തിരിപ്പുണ്ട് ആ കണ്ണുനീരിന് പുറകിൽ. പൗലോ കൊയ്ല പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അതിന് ലോകം മൊത്തം കൂടെ നിൽക്കും. അതല്ലേ ഇന്നലെ സംഭവിച്ചത്. IPL ട്രോഫിയിൽ വിരാട് കോഹ്ലിയുടെ ചുംബനം പതിഞ്ഞു. ഒപ്പം കൂടെ ഡിവിലിയേഴ്സും ക്രിസ് ഗെയിലും ഉണ്ടായിരുന്നു. ആ സന്തോഷത്തിന് ഇരട്ടി മധുരം പകരാൻ. ഇനി ഫൈനൽ മാച്ചിലേക്ക് വരികയാണെങ്കിൽ ടോസ് നേടിയ ശ്രേയസ് അയ്യർ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ചേസ് ചെയ്യാം എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പഞ്ചാബിന് മുംബൈയെ തോൽപ്പിച്ച ധൈര്യം അത് തന്നെയാണ് കാരണം. ഓപ്പണിംഗ് ബാറ്റിംഗിന് ഇറങ്ങിയ ബാംഗ്ലൂരിന് തുടക്കത്തിലെ സോൾട്ടിന് നഷ്ടമായി. പിന്നീട് കോഹ്ലിയും അഗർവാളും ചേർന്ന് മെല്ലെ സ്കോർ ചലിപ്പിച്ചു. പടിദാറും ലിവിങ്സ്റ്റണും കോഹ്ലിക്ക് മികച്ച പിന്തുണ നൽകി. 15-ാം ഓവറിൽ കോഹ്ലി ഉൾപ്പെടെ ബാംഗ്ലൂരിന് 4 വിക്കറ്റുകൾ നഷ്ടമായി. ജിതേഷ് ശർമ്മയും ഷെപ്പേർഡും ചേർന്ന് ബാംഗ്ലൂരിനെ പൊരുതാനുള്ള സ്കോറിലേക്ക് എത്തിച്ചു, 191. ഒരുപക്ഷെ ഇതിലും മുകളിലെ ടോട്ടലിലേക്ക് ബാംഗ്ലൂർ പോയേനെ. പക്ഷേ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി മികവിൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്കോറിൽ RCBയെ പിടിച്ചുകെട്ടാൻ അവർക്ക് സാധിച്ചത്. അയ്യരുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു മികച്ച ക്യാപ്റ്റനാണ് താനെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹം. ഇന്ത്യൻ ജേഴ്സിയെ നയിക്കാനുള്ള തന്ത്രവും ആ തലയിലുണ്ടെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. അയ്യർ വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ ഒരേ മനസ്സോടെ കാണുന്ന ധോണിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലാണ് അയ്യർ പെരുമാറുന്നത്. പഞ്ചാബിന്റെ വിജയ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. കാരണം ഇതിലും വലിയ സ്കോറാണ് മുംബൈക്കെതിരെ അവർ ചേസ് ചെയ്ത് വിജയിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് തുടക്കം മികച്ചതായിരുന്നു. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടേയിരുന്നു. ആദ്യം പ്രിയനേഷ്, രണ്ടാമത് പ്രഭ് സിമ്രാൻ സിംഗിന്റെ വിക്കറ്റും നഷ്ടമായി. അപ്പോഴും ജോഷ് ഇംഗ്ലീഷ് തകർത്തടിച്ചുകൊണ്ടേയിരുന്നു. എടുത്തു പറയേണ്ടത് കുർണാൽ പാണ്ഡ്യയുടെ ഓവറുകളാണ്. നിർണായകമായ 2 വിക്കറ്റുകൾ. 4 ഓവറിൽ വഴങ്ങിയത് 17 റൺസ് മാത്രം. കളിയുടെ ഗതി തന്നെ മാറ്റിയത് അയ്യർ 2 റൺസിന് പുറത്തായതോടുകൂടിയാണ്. ജോസ് ഇംഗ്ലീഷ് അപ്പോഴും തകർത്തടിച്ചുവെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഹേസൽവുഡ് അടി വാങ്ങിയ സമയത്തും ഭുവനേശ്വർ കുമാർ തന്റെ എക്സ്പീരിയൻസ് പുറത്തെടുക്കുകയായിരുന്നു. ഒരു ഓവറിൽ 2 വിക്കറ്റുകളാണ് ഭുവനേശ്വർ എറിഞ്ഞിട്ടത്. അതോടെ ബാംഗ്ലൂരിന് വിജയം ഉറപ്പിക്കാനും സാധിച്ചു. അവസാന ഒരു ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 29 റൺസ് ആയിരുന്നു. ഒടുവിൽ കളി അവസാനിക്കുമ്പോൾ 6 റൺസിന് ബാംഗ്ലൂർ വിജയിച്ചു. 18 വർഷമായി വേറെ ഒരു ഫ്രാഞ്ചൈസിലും മാറാതെ കണ്ടിന്യൂസ് ആയി ഒരേ ഫ്രാഞ്ചൈസിൽ കളിക്കുന്ന ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ. അതാണ് വിരാട് കോഹ്ലി. 18 വർഷത്തെ സ്വപ്നമാണ് ഇന്നലെ നിറവേറിയത്. കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി കുർണാൽ പാണ്ഡ്യ തിരഞ്ഞെടുത്തപ്പോൾ പ്ലെയർ ഓഫ് ദ സീരീസ് ആയി സൂര്യകുമാർ യാദവിനെ തിരഞ്ഞെടുത്തു. മോസ്റ്റ് റൺസ് അവാർഡ് സായ് സുദർശനും മോസ്റ്റ് വിക്കറ്റ് അവാർഡ് പ്രസിദ്ധ് കൃഷ്ണയും തൂക്കി. പഞ്ചാബിന്റെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഒരു മികച്ച സീസൺ ആയിരുന്നു അവർക്കും. അടുത്ത വർഷം ഇതിനേക്കാൾ ശക്തമായി തിരിച്ചു വരാൻ പഞ്ചാബിന് സാധിക്കട്ടെ. ഇനി IPLന് അരങ്ങൊഴിയുകയാണ്. അടുത്ത വർഷത്തെ IPLനായി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നു. ക്രിക്കറ്റിന്റെ ഏറ്റവും മനോഹരമായ ടൂർണമെന്റുകൾക്കൊന്നായി നമുക്കും കാത്തിരിക്കാം.